അപ്പോൾ ഡോക്ടർ, പ്രധാന ലക്ഷണങ്ങൾ ഇതൊക്കെ തന്നെയാണോ? നമ്മളിങ്ങനെ പറയുന്ന ചൊറിച്ചിലുകളും അങ്ങനെ തന്നെയാണോ? അലർജി പല രീതിയിലും ഞാൻ പറഞ്ഞു മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അലർജിക് റൈനൈറ്റിസ് ഞാൻ പറഞ്ഞു ഓൾറെഡി. പിന്നെയുള്ള അലർജിക് കൺജങ്ക്റ്റിവിറ്റിസ്, കണ്ണിന്റെ അകത്തെ പോളയിൽ ചൊറിച്ചിലുണ്ടാവുക. പിന്നെയുള്ളത് ആസ്തമയാണ് അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആസ്തമയിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സാധാരണ കാണുന്ന എല്ലാ വലിവും ആസ്തമയല്ല. വലിവിന്റെ അസുഖമുള്ള എല്ലാവർക്കും ആസ്തമയല്ല. ഓക്കെ, അത് ഈ പറയുന്ന പോലെ നമുക്ക് ക്ലിനിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ചിലർക്ക് അലർജി കാരണം ആസ്മ ഉണ്ടാവാറുണ്ട്. ആസ്മയ്ക്ക് വേറെയും കാരണങ്ങളുണ്ട്. അത് അലർജി കൊണ്ടുണ്ടാവണമെന്നില്ല, പുക കൊണ്ടുണ്ടാവാം. ചിലർക്ക് ഈ പറയുന്ന പോലെ ചെയ്യുന്ന ജോലികൾ, ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ ഒക്യുപ്പേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന നമുക്കറിയാം ചില ലെഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫാക്ടറികൾ, സ്മോക്ക് ഒക്കെ അടിക്കുന്ന സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ മാത്രം വർക്ക് ചെയ്യുമ്പോൾ മാത്രം ചിലർക്ക് ആസ്മാറ്റിക് എപ്പിസോഡ്സ് ഉണ്ടാവും. വീട്ടിൽ വരുമ്പോൾ അവർക്കുണ്ടാവത്തില്ല. നേരത്തെ ഒരു ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞു തയ്യല്. അപ്പൊ ചിലർക്ക് തയ്യലിന്റെ ചെറിയ ചെറിയ നൂലുകൾ ശ്വസിക്കുമ്പോൾ ചിലർക്കുണ്ടാവാം, തുണിയിൽ നിന്ന് ചിലർക്കുണ്ടാവാം. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് മാത്രം ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് സ്മോക്കിംഗ് കൊണ്ടും ചിലർക്ക് ആസ്മ ഉണ്ടാവാറുണ്ട്. പിന്നെ ചിലർക്ക് ഈ പറയുന്ന പോലെ സ്ത്രീകളിലാണെങ്കിൽ മെൻസ്ട്രേറ്റിംഗ് പീരീഡിലുള്ളവരിലാണെങ്കിൽ കെറ്റമിനൽ ആസ്മ എന്ന് പറയുന്ന സംഭവമുണ്ട്. ചിലർക്ക് എക്സസൈസ് ചെയ്യുമ്പോഴായിരിക്കും ആസ്മ ഉണ്ടാവുന്നത്. ചിലർക്ക് ഇമോഷണൽ ഹൈസും ലോസും ഉണ്ടാവുമ്പോൾ ചിലർക്ക് ആസ്മ ഉണ്ടാവും. സോ ആസ്മയ്ക്ക് പല കാരണങ്ങളാണ്. അലർജി മാത്രമല്ല അതിന്റെ ഒരു കാരണം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു കോൾ ഉണ്ടായിരുന്നു, നോക്കാം. ഹലോ, നമസ്കാരം, ഞാൻ സോഫിയാണ്. നമസ്കാരം ചേച്ചി, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. നമസ്കാരം സാർ, ഞാൻ എന്റെ മോക്ക് ചോദിക്കുന്നത്. അവക്ക് രാവിലെ 8-9 മണി വരെ ഭയങ്കര തുമ്മലും ജലദോഷമാണ്. അത് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ രാധാകൃഷ്ണൻ ഡോക്ടറിന്റെ മരുന്ന് കഴിച്ചോണ്ടിരുന്നേ, ഇവള് കൊല്ലത്ത് ഡിസ്ട്രിക്റ്റില്ല. അങ്ങനെ കഴിച്ച് കുറെ നാൾ ഡോക്ടർ പറഞ്ഞു ഇനിയും അലർജിയുടെ മരുന്ന് കൊടുക്കണ്ട, സ്വന്തമായിട്ട് അങ്ങ് മാറിക്കോളും, തന്നെ അങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞ് ഇപ്പൊ ഇല്ല, ഈ കൊറോണയ്ക്ക് ശേഷം പിന്നെ പോയില്ല. ഇപ്പൊ ഈ 1-2 ആഴ്ച കൊണ്ട് പിന്നെയും ജലദോഷവും തുമ്മലും പഴയ കണക്കാൻ അലർജി തുടങ്ങി. ചിലപ്പോൾ അതിനുള്ള ഒഫൻഡിങ് കോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡസ്റ്റ് മൈറ്റ് പോലത്തെ ഉള്ളതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മള് ഇതിലിപ്പോ ഈ രാവിലെ എന്നുള്ളത് ഒരു ഫാക്ടർ ഒന്ന് നോക്കുമ്പോൾ കൂടുതൽ ചാൻസസും ഡസ്റ്റ് മൈറ്റ് ആയിരിക്കും. ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബെഡ്ഷീറ്റ്, തലയണുറ, ബെഡ് സ്പ്രെഡ്, ഇതിന്റെയൊക്കെ നൂലിനെ ഇടയ്ക്ക് ജീവിക്കുന്ന ഒരു പ്രാണിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അലർജി കൊണ്ട് ചിലർക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, കണ്ണ് ചൊറിച്ചിലും മൂക്ക് ചൊറിച്ചിലും രാവിലെ തുമ്മലും ഒക്കെ. പിന്നെ തണുപ്പ് ഒരു ഫാക്ടർ ആയിരിക്കാം കേട്ടോ. പിന്നെ ചുവരില് പിന്നെ ചിലർക്ക് ഈ പറയുന്ന ബെഡ്റൂമിനകത്ത് പെയിന്റിൽ ചിലപ്പോൾ ഈർപ്പം ഉണ്ടെങ്കിൽ അവിടെ ഫംഗൽ സ്പോർസ് ഉണ്ടായിട്ട് അത് ശ്വസിച്ചിട്ടുണ്ടാവാം. ചിലർക്ക് ഈ പറയുന്ന വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ രോമമൊക്കെ ശ്വസിക്കുമ്പോഴുണ്ടാവാം. അപ്പൊ പലർക്കും പല രീതിയിലാണ് കേട്ടോ. അപ്പൊ അത് ഈ പറയുന്ന പോലെ അത് കൺട്രോൾഡ് അല്ലെങ്കിൽ ആ എൻവയോൺമെന്റ് കൺട്രോൾഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എപ്പിസോഡ്സ് ചിലപ്പോൾ ഉണ്ടാവാം. പിന്നെ സാറേ, എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടും. ഈ ഫിറ്റ് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ, ഇറുക്കമുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നല്ലപോലെ അങ്ങ് ശ്വാസം മുട്ടും. ചില സമയത്ത് കിടക്കുമ്പോഴും ഭയങ്കരമായിട്ടങ്ങ് ലൂസായി ഉടുപ്പാണെങ്കിൽ ഭയങ്കരമായിട്ടങ്ങ് ശ്വാസം മുട്ട് തോന്നിക്കും. ചെറിയ നെഞ്ചെടുപ്പൊക്കെ തോന്നിക്കാം. അലർജിയുടെ ലക്ഷണമാണോ? അതിപ്പോ അലർജിയുടെ ലക്ഷണമാവണമെന്നില്ല. അത് വേറെ ശ്വാസമുട്ടലിന്റെ വേറെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് പൾമണറി ഫങ്ഷൻ ടെസ്റ്റും എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ രോഗിയെ പരിശോധിച്ചതിന് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഡോക്ടറെ ഒന്ന് കാണിക്കുക കേട്ടോ. ശരി. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് കുട്ടികളിലും മുതിർന്നവരിലുമുള്ള അലർജിയും ആസ്മയും എന്നൊരു വിഷയമാണ്. അപ്പോൾ ഡോക്ടർ പ്രധാന കാരണങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആസ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ രോഗാവസ്ഥ നമുക്ക് പൂർണ്ണമായിട്ടും തടയാനായിട്ട് സാധിക്കുമോ? ഞാൻ പറഞ്ഞു ഇതൊരു ടെമ്പററി റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു കേട്ടോ. ട്രിഗർ ഉണ്ടാവുമ്പോഴാണ് ഈ റിയാക്ഷൻ ഉണ്ടാവുന്നത്. ആ ട്രിഗർ അബോളിഷ് ചെയ്താൽ നമുക്ക് റിയാക്ഷൻ വരത്തില്ല. അപ്പോൾ ഈ കെയർഫുൾ ആയിട്ടുള്ള നമ്മുടെ അവോയ്ഡൻസ്, എൻവയോൺമെന്റൽ അവോയ്ഡൻസും മറ്റൊക്കെ പ്രാക്ടീസ് ചെയ്താൽ കുറെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ജീവിതത്തിന്റെ പല കാലഘട്ടങ്ങളിൽ മാത്രമായിരിക്കും ഈ ഒരു അവസ്ഥ നമ്മൾ നേരിടേണ്ടി വരുന്നത്. കറക്റ്റായിട്ട് ശാശ്വതമായിട്ട് അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുത്താൽ നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവത്തില്ല. പിന്നെ നൂതനമായിട്ട് ഒരുപാട് ചികിത്സാ വിധികളുണ്ട്, അത് പിന്നീട് അങ്ങോട്ട് പറയാം. മറ്റൊരു കോൾ ഉണ്ട്, അതിനെ നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. ഹലോ. ഡോക്ടർ സാറേ, നമ്മളെ കൊല്ലം മല്ലക്കീഴ് വിളിക്കുക കേട്ടോ. പറഞ്ഞോളൂ. എനിക്ക് കുറച്ചു നാളൊരു ചെറിയൊരു അസുഖമുണ്ട് സാറേ. ഒരു 3-5 വർഷത്തെ കൊണ്ട് എനിക്കത്. ഞാൻ വീട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുമ്പോഴോ ഒരുമാതിരി ഞറു വന്ന് എന്റെ ദേഹത്ത് കടിച്ചു പറിച്ചു വന്നു മൊത്തത്തിൽ അങ്ങ് ചുറ്റും. വീട്ടിൽ വേറെ ആർക്കുമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ സാറേ. അത് വലിയൊരു അലർജി ആയിട്ടിരിക്കുക. അതാ ഞാൻ സാറിനെ ഞാൻ ചോദിക്കുന്നത് എന്താ കാരണം അറിയാൻ വേണ്ടി.
അതിൽ ഇങ്ങനെ വരുമ്പോൾ ദേഹത്ത് പാടുകളൊക്കെ ഉണ്ടാവാറുണ്ടോ? ചൊറിയുമ്പോ പാടൊക്കെ വരും സാറേ, ചൊറിയുമ്പോ. ഓക്കെ. ഒരുപാട് സ്കിന്ന് കയറി ചുമക്കാറുണ്ടോ? ഇല്ല 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 സാർ. തടിച്ചു പൊങ്ങാറുണ്ടോ സ്കിന്നില്? അല്ല സാറേ, ഈ ഞാറ് വലിയൊരു ശല്യമായിട്ടാണ് ഇരിക്കുക. ഞാൻ ഇവിടെ നിന്നാലും ഇരുന്നാലും വീട്ടിൽ വന്നിരുന്നാലും എനിക്ക് എന്റെ ദേഹത്ത് മാത്രം വന്നത് കടിക്കുന്നത്. രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കാരണം ഉറങ്ങുമ്പോഴും വന്നിരുന്ന മുഖത്ത് കൂടുതൽ മുഖത്തും ചെവിയിലാണ് ഈ വന്നിരുന്നത് കടിക്കുന്നത്. ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചായിരുന്നോ? ഞാൻ ഇതുവരെ കാണിച്ചില്ല. ഒന്ന് കാണിക്കണം കേട്ടോ. കണ്ട് പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓ ആയിക്കോട്ടെ. ശരി. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം.